2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ, 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബിൽ, 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബിൽ, 2024 കേരള ധനവിനിയോഗ ബിൽ 6-ാം നമ്പർ ബിൽ, 2024 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബിൽ. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ, 2024 4-ാം നമ്പർ ബിൽ, 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബിൽ, 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പർ ബില്ലും 2024 കേരള ധനവിനിയോഗ ബില്ലും അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബില്ലും 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബില്ലും 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബില്ലും 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പർ ബില്ലും 2024 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബില്ലും ഞാൻ അവതരിപ്പിക്കുന്നു. ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബില്ലും, 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബില്ലും, 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബില്ലും, 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പർ ബില്ലും, 2024 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബില്ലും പരിഗണനക്കെടുക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബില്ലും, 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബില്ലും, 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബില്ലും, 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പർ ബില്ലും, 2024 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബില്ലും പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനോട് മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ഇല്ല സർ. ചർച്ച ഇത് 1 മണിക്കൂറാണ് ഡിസ്കഷൻ. മന്ത്രിയുടെ മറുപടി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ അതിൽ കൃത്യത പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ചെയർ ആവശ്യപ്പെടുകയാണ്. ഡോക്ടർ KT ജലീൽ 10 മിനിറ്റ്. സർ, സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിലെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവരുടെ സാമുദായിക പ്രാതിനിധ്യം സർക്കാർ പുറത്തുവിടുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റാൻ 2ാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന ശ്രീ K. രാധാകൃഷ്ണൻ ഡെസ്കിൽ നിന്ന് ലഭ്യമായ എല്ലാ വിവരങ്ങളും സഭയുടെ മേശപ്പുറത്ത് വെക്കുകയുണ്ടായി. സർ, P. ഉബൈദുള്ള MLA വിശദമായ ചോദ്യത്തിനുള്ള മറുപടിയായാണ് അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്നവരുടേതടക്കമുള്ള മുഴുവൻ ജീവനക്കാരുടെയും ജാതിയും സമുദായവും തിരിച്ചാണ് സർക്കാർ ജീവനക്കാരുടെ പ്രാതിനിധ്യം ഔദ്യോഗികമായി രേഖാമൂലം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 316 സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 5,45,423 ജീവനക്കാരുടെയും 238 ജാതികളിൽപ്പെടുന്ന ജീവനക്കാരുടെയും സമുദായവും ജാതിയും തിരിച്ചുള്ള വിശദ വിവരങ്ങൾ സാമാന്യം ദീർഘമായ മറുപടിയായാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. സർ, മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നതിന് സർക്കാരുകൾ തയ്യാറായിരുന്നില്ല. എന്നാൽ 2ാം പിണറായി സർക്കാർ അതിന് തയ്യാറായി എന്നുള്ളതിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് അത് സഹായകമാകും എന്ന കാര്യത്താൽ ഞാൻ പ്രത്യേകം അതിനെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്ന 1,00,000-ലധികം വരുന്ന അധ്യാപക അനധ്യാപക തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും ഈ 5,45,000-ൽ ഉൾപ്പെടും. വിവിധ മതസമുദായ ജാതി വിഭാഗങ്ങൾക്കിടയിൽ അകൽച്ചയും വിദ്വേഷവും ഉണ്ടാക്കാനും BJP-യിലേക്ക് കാര്യമറിയാത്ത നിഷ്കളങ്കരെ റിക്രൂട്ട് ചെയ്യാനും ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ഏറെ പ്രസക്തമാണ്. ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ പലരും നടത്താറ്. ചില സമുദായങ്ങൾ അനർഹമായത് നേടുന്നു എന്ന തരത്തിൽ നടത്തപ്പെടുന്ന കുപ്രചരണങ്ങളുടെ പൊള്ളത്തരം എത്രമാത്രമുണ്ടെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. സർ, കേരളത്തിൻ്റെ മതസാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കാൻ കുറച്ചുനാളായി വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. വിവിധ വിശ്വാസധാരകളിലെ തീവ്ര മനസ്സുള്ള സംഘികളാണ് ഇതിന് പിന്നിൽ. കേരളത്തിൻ്റെ മതേതര ബോധത്തിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നവരിൽ ഉത്തരവാദപ്പെട്ടവർ പോലും ഉണ്ടെന്നത് അത്യന്തം ഖേദകരമാണ്. അവിഹിതമായി ഒന്നും ആരും നമ്മളുടെ സംസ്ഥാനത്ത് നേടിയിട്ടില്ല. അവരവരുടെ യോഗ്യതക്കനുസൃതമായ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും വകുപ്പുകളിലും ജോലികൾ കരസ്ഥമാക്കിയിട്ടുള്ളൂ. മുന്നോക്ക സമുദായങ്ങൾക്ക് താരതമ്യേന കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിന് അവർ കുറ്റക്കാരല്ല. വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ പ്രാധാന്യം പണ്ടേ അവർ മനസ്സിലാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നു.
PSC പരീക്ഷകളിൽ സജീവമായി പങ്കെടുത്തു. സ്വന്തം കഴിവും പ്രാപ്തിയും കൊണ്ട് ജനറൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. മുന്നോക്ക സമുദായക്കാരും പിന്നോക്ക സമുദായങ്ങളിലെ വിദ്യാസമ്പന്നരും അങ്ങനെ നേടിയതാണ് സർക്കാർ ജോലികൾ. അല്ലാതെ ഓടുപൊളിച്ച് അകത്ത് കടന്ന് ആരും ജോലി കരസ്ഥമാക്കിയിട്ടില്ല. ഓരോ മതജാതി സമൂഹങ്ങൾക്കും ഓരോ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലമുണ്ട്. ഹൈന്ദവ സമുദായത്തിലെ വിവിധ ജാതികൾക്ക് വിവിധങ്ങളായ ജോലികളാണ് പരമ്പരാഗതമായി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. പൊതുവെ അധ്വാനവും കായബലവും ആവശ്യമായിരുന്ന ജോലികൾ താഴ്ന്ന ജാതിയിൽപ്പെടുന്നവർക്കായി നീക്കിവെക്കപ്പെട്ടു. ജാതി ശ്രേണിയിൽ മുകളിലേക്ക് പോകുന്തോറും ജോലിയുടെ ഭാരം കുറഞ്ഞു വന്നു. അങ്ങനെയാണ് ഭരണനിർവഹണ ജോലികളും ഓഫീസ് ജോലികളും മേൽജാതിക്കാരുടേതായി മാറിയത്. ഉയർന്ന ജോലികൾ കിട്ടാൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായിരുന്നു. കായിക ശേഷി വേണ്ട ജോലികൾ ചെയ്യാൻ വിജ്ഞാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിലെ മേൽജാതിക്കാരും മറ്റു മതവിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നിൽ നിന്നവരും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഉത്സാഹം കാണിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ഇതര മതസമുദായങ്ങളിലെ ശേഷി കുറഞ്ഞവരും സ്കൂളുകളും കോളേജുകളിലും പോകാൻ മടിച്ചു. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പുവും നവോത്ഥാനത്തിന്റെ കൈത്തിരി അവരവരുടെ സമുദായങ്ങളിൽ കത്തിച്ചു വെച്ചതോടെ പതുക്കെ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് ഇരുട്ട് അകലാൻ തുടങ്ങി. ഈഴവരും പട്ടികജാതിക്കാരും അറിവിന്റെ കവാടങ്ങൾ തേടി സഞ്ചാരം തുടങ്ങി. ജാതിയുടെ പാരമ്പര്യ ജോലി വൃത്തങ്ങൾ തകർത്ത് പിന്നോക്ക ജാതിയിൽപ്പെടുന്ന മിടുക്കർ മുന്നേറി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് തൊട്ടുകൂടാത്തവരെയും തീണ്ടിക്കൂടാത്തവരെയും സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമൂഹ്യമായും സാമ്പത്തികമായും പിറകിൽ നിന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തുടർച്ച നൽകി. പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സഖാ VMS നേതൃത്വം നൽകിയ 1958 സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള മതസമുദായ വിഭാഗങ്ങൾക്കും സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്ന് പാസാക്കിയത്. അതോടെ അറിവിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുറപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാസമ്പന്നർക്ക് സംവരണാനുകൂല്യത്തിന്റെ പിൻബലത്തിൽ സർക്കാർ ജോലികൾ ലഭിച്ചു. കാലചക്രം പിന്നിട്ടപ്പോൾ ജനറൽ മെറിറ്റിലും അവർ സ്ഥാനം പിടിച്ചു തുടങ്ങി. പടിക്ക് പുറത്തു നിർത്തപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾ അതോടെ അധികാരികളായി മാറി. ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവർ മറ്റുള്ളവരുടെ തോളോട് തോൾ ചേർന്ന് സർക്കാർ ഓഫീസുകളിൽ പണിയെടുക്കാൻ കളമൊരുങ്ങി. കേരളം ജാതീയതയുടെ ദുർഭൂതങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു. കാലത്തിന്റെ കൂലം കുത്തിയൊഴുക്കിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും പരമ്പരാഗത ധാരണകളും കീഴ്മേൽ മറിഞ്ഞു. കുലത്തൊഴിലുകളുടെ വളയം ഭേദിച്ച് മുന്നോട്ട് നടക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് കരുത്ത് പകർന്നു. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇടം നേടിയ രാഷ്ട്രീയ പാർട്ടി എന്ന സ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഹൈന്ദവ സമുദായത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തിക ശേഷി കുറഞ്ഞവരുടെയും മുസ്ലിങ്ങളാദി പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പുരോഗതിയുടെ വഴിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര നാൾവഴികൾ കാണാൻ നമുക്ക് സാധിക്കും. പിന്നോക്ക അധസ്ഥിത സമൂഹങ്ങളുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് റൂൾസ് അഥവാ KSSR സർക്കാർ ഉദ്യോഗ മേഖലയിൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ്. അതോടെയാണ് ഹൈന്ദവ സമുദായത്തിലെ പട്ടികജാതി പട്ടികവർഗ ഈഴവ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നോക്കക്കാരും ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യ ശ്രേണിയിൽ പിന്നിലായ മുസ്ലിങ്ങളും ക്രൈസ്തവ സമൂഹത്തിൽ പിന്നിലേക്ക് തള്ളപ്പെട്ടവരും ഭരണനിർവഹണത്തിൽ പങ്കാളികളായി തുടങ്ങിയത്. KSSR നടപ്പിലാക്കപ്പെട്ടതോടെയാണ് സർക്കാർ ജോലികളിൽ നിന്ന് തീണ്ടാപ്പാടകലെ അകറ്റി നിർത്തപ്പെട്ട ജനതതികൾ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി മാറിയത്. ക്രൈസ്തവ സമൂഹം ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ വിദ്യാഭ്യാസം ആർജിക്കുന്ന കാര്യത്തിലും ജോലി കരസ്ഥമാക്കുന്ന കാര്യത്തിലും മുന്നിൽ നിന്നവരാണ്. വ്യത്യസ്ത മിഷണറിമാർ തിരുകൊച്ചിയിൽ മഹാരാജാക്കന്മാരുടെ പിന്തുണയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതു. താന്താങ്ങളുടെ ഭരണപ്രദേശങ്ങളിൽ പ്രജകൾക്ക് വിജ്ഞാനം നൽകാൻ മഹാരാജാക്കന്മാരും ശ്രദ്ധ ചെലുത്തി. ക്രൈസ്തവ സമുദായത്തിൽ നന്നായി പഠിച്ചവർ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തിപ്പെട്ടു. കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും മറ്റു തൊഴിൽ രംഗങ്ങളിലും ശോഭിക്കാൻ ഉതകുന്ന വിജ്ഞാന ശാഖകളിലേക്ക് യുവതലമുറയെ പറഞ്ഞയക്കാൻ ക്രൈസ്തവ സഭകളും പുരോഹിതരും പ്രകടിപ്പിച്ച താല്പര്യം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കുതിപ്പിന് ആക്കം കൂട്ടി. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും നഴ്സുമാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞതിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് എക്കാലവും അഭിമാനിക്കാം. കാലത്തിനു മുന്നേ സഞ്ചരിക്കാൻ ഓരോ സഭയും അതിന്റെ അനുയായികളെ പഠിപ്പിച്ചു. മുസ്ലിങ്ങളാകട്ടെ സാമ്രാജ്യത്വ വിരോധത്താൽ ഇംഗ്ലീഷുകാരുടെ ഭാഷയോടും അവർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസത്തോടും പുറംതിരിഞ്ഞു നിന്നു. പെൺകുട്ടികളെ സ്കൂളിലയക്കാൻ മലബാറിലെ ഭൂരിഭാഗം മുസ്ലിം കുടുംബങ്ങളും വിമുഖത കാണിച്ചു. പഠനത്തെക്കാൾ കച്ചവടത്തിലായിരുന്നു പരമ്പരാഗതമായി അവർക്ക് താല്പര്യം. പോർച്ചുഗീസുകാരോടും ബ്രിട്ടീഷുകാരോടും ഇഞ്ചോടിഞ്ച് പൊരുതി നിന്നത്
മുസ്ലിങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു. മഹാഭൂരിഭാഗം മാപ്പിളമാരും കുടിയാന്മാരോ കർഷക തൊഴിലാളികളോ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തോട് അരുചേർന്ന് നിന്ന കുബേര മുസ്ലിങ്ങളായ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഭൂജന്മിമാരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. 1921 മലബാർ കലാപം മാപ്പിളമാരുടെ സ്ഥിതി കൂടുതൽ ദയനീയമാക്കി. നിരവധി പേർ കൊല്ലപ്പെട്ടു. നൂറുകണക്കിന് ആളുകൾ അന്തമാനിലേക്ക് നാടുകടത്തി. അനവധി പേർ ബെല്ലാരിയിലും കോയമ്പത്തൂരിലുമെല്ലാമുള്ള ജയിലുകളിൽ അടക്കപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർ പോലും വേണ്ടത്ര ആലോചിച്ചില്ല. സ്വാതന്ത്ര്യാനന്തരം മുസ്ലിങ്ങളുടെ പരിതാപകരമായ സാമൂഹ്യാവസ്ഥ ഒച്ചിന്റെ വേഗതയിൽ മാറിത്തുടങ്ങി. നവോത്ഥാനത്തിന്റെ വെളിച്ചം സഹോദര സമുദായങ്ങളെ അപേക്ഷിച്ച് വൈകിയാണ് മുസ്ലിങ്ങളിൽ എത്തിത്തുടങ്ങിയത്. മതനേതാക്കളും സംഘടനകളുമാണ് അതിന് ചുക്കാൻ പിടിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാർമ്മികത്വത്തിൽ നിലവിൽ വന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും ഭൂപരിഷ്കരണ നിയമവും മലബാറിലെ മാപ്പിളമാരെ ഭൂമികയുടെ കൈവശാവകാശികളാക്കി. പ്രാരാബ്ധവും കഷ്ടപ്പാടുകളും 80കൾക്ക് ശേഷം അവരെ ഗൾഫ് കുടിയേറ്റത്തിന് പ്രേരിപ്പിച്ചു. അതോടെ മലബാറിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ തലവര മാറ്റിയെഴുതപ്പെട്ടു. 1967 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ലീഗ് മന്ത്രിസഭ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ സ്ഥായിയായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. മലപ്പുറം ജില്ല വന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതും ജില്ലയുടെ നാനാഭാഗങ്ങളിലും സർക്കാർ സ്കൂളുകൾ ആരംഭിച്ചതും മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ ഉന്നതിക്ക് ആക്കം കൂട്ടി. EMS-ഉം CH മുഹമ്മദ് കോയ സാഹിബും കൈകോർത്തതോടെ അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമായി. മുസ്ലിം സംവരണ കോട്ടയിൽ പോലും യോഗ്യരായ അപേക്ഷകർ ഇല്ലാത്തത് കാരണം സർക്കാർ ഉദ്യോഗത്തിൽ കയറിപ്പറ്റാൻ 60കളിലും 70കളിലും അവർക്ക് സാധിച്ചില്ല. പേരിനെങ്കിലും കയറിയവരാകട്ടെ ഏറിയകൂറും തിരുകൊച്ചിയിലെ മുസ്ലിങ്ങളും കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള എഡ്യൂക്കേറ്റഡ് ക്ലാസുമായിരുന്നു. എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും CH വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ വെച്ചുകെട്ടിക്കൊടുത്തിട്ട് പോലും ഏറ്റെടുക്കാൻ തയ്യാറാവാതിരുന്ന അവസ്ഥ അന്ന് നിലവിലുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിൽ സംഘടന എന്ന നിലയിൽ മുന്നിട്ട് നിന്നത് MES ആണ്. ബാഫക്കിത്തങ്ങളും KM സീതി സാഹിബും CH-ഉം അബ്ദുസ്സലാം മൗലവിയും ഡോക്ടർ ഗഫൂർ സാഹിബും തങ്ങൾ കുഞ്ഞു മുസ്ലിയാരും മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി പ്രയത്നിച്ചു. അതോടെ ചിത്രം മാറിത്തുടങ്ങി. 18 വയസ്സായ മുസ്ലിം ചെറുപ്പക്കാർ ഗൾഫ് നാടുകളിൽ സ്വപ്നം കണ്ട് ജീവിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം പ്രാതിനിധ്യക്കുറവിന് വഴിയൊരുക്കി ഒരു സത്യമാണ്. കടൽ കടന്നുപോയ മാപ്പിളമാർ ലോകം കണ്ടതോടെ പുതുതലമുറയെ വിദ്യാഭ്യാസം ആർജിക്കാൻ അവർ പ്രേരിപ്പിച്ചു. വിവിധ മതസംഘടനകൾ മത്സരിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങി. മതേതര വിദ്യാഭ്യാസം ഒരുമിച്ച് നൽകുന്ന വേറിട്ട ശൈലിയാണ് ഭൂരിഭാഗം സംഘടനകളും അവലംബിച്ചത്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം ആർജിച്ചതോടെ വലിയ മുന്നേറ്റം വൈജ്ഞാനിക രംഗത്ത് ഉണ്ടായി. തീർച്ചയായും ഉദ്യോഗ മേഖലകളിലും മറ്റു മേഖലകളിലും എല്ലാ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. ജനറൽ മെറിറ്റിൽ തന്നെ അവരുടെ സംവരണത്തിന്റെ വളയത്തിനപ്പുറത്തേക്ക് അവരെ കടന്നു വരികയും അവരാ സ്ഥാനങ്ങൾ നേടാൻ പ്രാപ്തി നേടുകയും വേണം. അതിന് എല്ലാവിധ നടപടിക്രമങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ പിന്തുണക്കുന്നു. അബ്ദുൽ ഹമീദ്, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ഈ ധനവിനിയോഗ ബില്ല് ഞാൻ എതിർക്കുകയാണ്. സർ, ആദ്യമായി മലപ്പുറത്ത് 120 ബാച്ച് പുതുതായി അനുവദിച്ച വിദ്യാഭ്യാസ മന്ത്രിയോടും കേരള ഗവൺമെൻറ്റിനോടും നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തണം. സർ, അതുകൊണ്ട് പ്രശ്നത്തിന് പര്യവസാനമായിട്ടില്ല. ഇപ്പോഴും അവിടെ ഈ ബാച്ചുകൾ അനുവദിച്ചാലും പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ മാർജിനൽ ഇൻക്രീസ് നൽകിയിട്ടും ഈ 120 ബാച്ചിലൂടെ ഏകദേശം 6700 കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സർ, സംസ്ഥാനത്ത് നികുതി കൃത്യമായി പിരിച്ച് വരുമാനത്തിനനുസരിച്ച് ചെലവഴിച്ച് ജനക്ഷേമകരമായ പരിപാടികളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സർക്കാർ പാടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. സർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പണത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ യാചിച്ചു നിൽക്കാതെ നമ്മുടെ സംസ്ഥാനത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി വരുമാനം കണ്ടെത്തുകയും GST പിരിവ് കാര്യക്ഷമമാക്കാൻ ഓഡിറ്റ് എൻഫോഴ്സ്മെൻറ്റ്, ഇൻ്റലിജൻസ് വിഭാഗമടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. സർ, ചട്ടം 300 അനുസരിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന, അതിൻ്റെ ചുവട് പിടിച്ച് ഇന്നലെ സഭയിൽ നമ്മുടെ ധനമന്ത്രി നടത്തിയ പ്രഖ്യാപനം, സർ, അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിതാന്ത ജാഗ്രത ഉണ്ടാവണം എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
സർ, ഇതിന് തന്നെ പ്രയോറിറ്റി നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, കോവിഡ് കാലത്ത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു കുടുംബശ്രീ നടത്തിയിരുന്ന ജനകീയ ഹോട്ടൽ. അതുവഴി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് അവർക്ക് വലിയ സന്തോഷപ്രദമായ കാര്യമായിരുന്നു. പക്ഷേ ആ ഹോട്ടൽ നടത്തിയ കുടുംബശ്രീ വനിതകൾ അവരുടെ സബ്സിഡി ലഭിക്കാതെ സെക്രട്ടേറിയറ്റിന് മുമ്പിലടക്കം സമരം ചെയ്ത് അങ്ങക്ക് അറിയാവുന്ന കാര്യമാണ്. സർ, അതുകൊണ്ട് ഇതിന് അടിയന്തര പ്രാധാന്യം നൽകി ആ സബ്സിഡി നൽകാനൊരു പ്രയോറിറ്റി നിശ്ചയിക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മാത്രമല്ല, ഈ സബ്സിഡി നിർത്താൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടു. സർ, ഈ സബ്സിഡി വർദ്ധിപ്പിച്ച് ആ ഹോട്ടലുകൾ തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിനടുത്ത് നമ്മുടെ റേഷൻ വ്യാപാരികൾ 2 ദിവസം അവിടെ 48 മണിക്കൂർ സമരത്തിലായി. അവരുടെ ആവശ്യം എന്തായിരുന്നു? കോവിഡ് കാലത്ത് അവർ വിതരണം ചെയ്ത കിറ്റുകളുടെ കമ്മീഷന് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അത് പൂർണ്ണമായി ഇപ്പോഴും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ സേവന കാര്യങ്ങളെ സംബന്ധിച്ചെടുത്ത് പറയുന്നുണ്ടെങ്കിലും വളരെ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത് കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റുകളുടെ കമ്മീഷന് വേണ്ടിയായിരുന്നു സമരം. ആ കാര്യം കൂടിയും അതിന് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കാണണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട മണ്ണെണ്ണ സബ്സിഡി, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ അത് അടിയന്തരമായി വിതരണം ചെയ്യാൻ നടപടി ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, അതുപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റിയിലെ പെൻഷൻകാർ അവരുടെ ആനുകൂല്യങ്ങൾക്കായി മാസങ്ങളോളം നമ്മുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്തു. അങ്ങയുടെ ശ്രദ്ധയിലുള്ള വിഷയമാണത്. ഞങ്ങളൊക്കെ ആ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. സർ, അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒട്ടനവധി ക്ഷേമ പെൻഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രയോറിറ്റി നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അത്തരം വിഭാഗങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ ആനുകൂല്യം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സർ, അതുപോലെ തന്നെ കിഫ്ബിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നേട്ടങ്ങൾ കൈവരിക്കാനായി എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും സാമ്പത്തിക അച്ചടക്കം തിരികെ കൊണ്ടുവരുവാനും കിഫ്ബി നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നിലവിൽ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50%, ഇന്ധന സെസ്സിൻ്റെ 100% ഓട്ടോമാറ്റിക്കായി സർക്കാർ അക്കൗണ്ടിൽ നിന്നും കിഫ്ബിയുടെ വക്കിലുള്ള സ്വകാര്യ ബാങ്കുകളുടെ അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത്. ഈ പണം ട്രഷറികളിൽ നിക്ഷേപമായി വരുന്നില്ല. നിലവിലെ വ്യവസ്ഥയ്ക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കിഫ്ബി മുഖേന നിർവഹണം നടത്തുന്ന പ്രവൃത്തികൾക്കായി നിശ്ചിത തുക ബജറ്റിൽ വകയിരുത്തുകയും ആ തുക കിഫ്ബിക്ക് സ്വതന്ത്രമായി ചെലവഴിക്കാൻ അനുവാദം നൽകുകയും അതിനു പുറമെ ആവശ്യമായി വരുന്ന തുക അഡീഷണൽ ഓതറൈസേഷൻ വഴിയോ റീ അപ്രോപ്രിയേഷൻ മുഖേനയോ കിഫ്ബിക്ക് അനുവദിക്കുന്ന രീതി പരിഗണിച്ചാൽ സ്വകാര്യ ബാങ്കുകളിലേക്ക് പോകുന്ന ഭീമമായ തുക ട്രഷറികളിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അതൊരു പരിധിവരെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസകരമാകുമെന്ന കാര്യം അങ്ങ് ആലോചിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴായിട്ട് ഇവിടെ നിയമസഭക്കകത്ത് ഒരുപാട് പ്രസംഗങ്ങൾ നടന്നു. അതിൽ UDFൻ്റെ MP-മാർ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി സഹകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ വളർന്നു വരുന്നുണ്ടായി. സർ, UDFനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ശ്രമങ്ങളും UDFൻ്റെ MP-മാരുടെ ഭാഗത്തുണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ചു കൂട്ടി. അതൊരു വളരെ പോസിറ്റീവായിരുന്നു അപ്രോച്ച്, നമുക്കറിയാലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരെ കാണുമ്പോൾ, പ്രധാനമന്ത്രിമാരെ കാണുമ്പോഴൊക്കെ MP-മാർ കൂടി കൂടെയുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സമ്മർദ്ദമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അത് അക്കാര്യം വളരെ ഗൗരവമായിട്ട് തന്നെ സർക്കാർ പരിഗണിക്കണം. അല്ലാതെ UDFൻ്റെ MP-മാർ സഹകരിക്കുന്നില്ല, അതിങ്ങനെ വാദോരാതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് കേരളത്തിന് കിട്ടേണ്ട വിഹിതം അത് കൃത്യമായി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായുള്ള പ്രക്ഷോഭങ്ങളും സമരം സംഘടിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് UDFൻ്റെ പൂർണ്ണമായുള്ള സഹകരണം ഉണ്ടാവും, MP-മാരുടെ സഹകരണം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നേതൃത്വം കൂടി ഞാൻ വാക്കുകൾ CT ടൈസൺ മാസ്റ്റർ, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ഗവൺമെൻറ്റിന് ഉപധനാഭ്യർത്ഥനകളെയും അധികധനാഭ്യർത്ഥനകളെയും സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിനെ ഞാൻ സർവാത്മന പിന്താങ്ങുകയാണ്. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലും ഒട്ടേറെ നൂതന പദ്ധതികളുമായിട്ടാണ്
നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ കേരള സർക്കാർ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവന്, സ്വത്തിന്, തൊഴിലിന് എല്ലാം വലിയ മുൻഗണനയാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ പുരോഗതി ലോകത്തിന് മുമ്പിലേക്ക് എത്തുന്ന വിധത്തിലുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ സർക്കാർ കുതിക്കുകയാണ്. ഗവൺമെൻറ് പ്രയോറിറ്റി സംബന്ധിച്ച്, മുൻഗണന സംബന്ധിച്ച് പലപ്പോഴും ഇവിടെ അംഗങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ച് ഒരൊറ്റ പ്രയോറിറ്റിയേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വികസന പരിപാടികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ പരിപാടികളെന്ന് പരിശോധിച്ചാൽ മതിയാവും. എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം എന്നിങ്ങനെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതൊക്കെ സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന വർഗത്തിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കടുത്ത ശ്രമത്തിലാണ്. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ് സജീവമായി നടപ്പാക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അതിദരിദ്രരെ കണ്ടെത്തുകയും ഇവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികളിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ ഇതിൻ്റെ ഭാഗമാണ്. അതിദരിദ്രർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് എന്ന് പറയുന്നതിന് അപ്പുറം ആഹ്ലാദിക്കാനുള്ളത് എന്താണ്? അതിന് നമുക്കറിയാം, ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന അർത്ഥത്തിലേക്ക് ഈ തരത്തിലുള്ള വികസന പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നടത്തുന്ന സംസ്ഥാനം, 1600 വീതം പെൻഷൻ 62 ലക്ഷം പേർക്ക് നൽകുന്ന സംസ്ഥാനം, പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠന സഹായം നൽകുന്ന സംസ്ഥാനം, 3 വർഷം കൊണ്ട് ഏകദേശം 1.5 ലക്ഷത്തോളം പേർക്ക് പട്ടയ വിതരണം നടത്തിയ സംസ്ഥാനം. അങ്ങനെ എത്രത്തോളം ഉദാഹരണങ്ങൾ കാണിക്കാൻ നമുക്ക് കഴിയും. വികസനം എന്നാൽ പ്രിയപ്പെട്ടവരെ വെറുതെ പണം ചെലവാക്കി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അത് ജനപങ്കാളിത്തത്തോടുകൂടി നമ്മുടെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന വലിയ ഒരു ശ്രമം കൂടി നടത്താൻ സർക്കാർ ശ്രദ്ധിക്കുന്നു എന്നും കാണാൻ കഴിയും. നമുക്ക് പലതരം പദ്ധതികൾ, ലൈഫ് പദ്ധതി നടപ്പാക്കുമ്പോൾ തന്നെ അതിനോട് ബന്ധപ്പെട്ട് ഒത്തിരി മണ്ണ് എന്ന് പറയുന്ന പരിപാടി, സ്കൂൾ കെട്ടിടം നിർമ്മിക്കപ്പെടുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ള ഫർണിച്ചർ നാട്ടുകാരിൽ നിന്നുണ്ടാക്കുമോ, പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാക്കുമോ, മറ്റ് ആളുകളിൽ നിന്നുണ്ടാക്കുമോ, അങ്ങനെ കഴിയുന്ന ഏത് തരത്തിലുള്ള സംവിധാനങ്ങൾ ആലോചിക്കുമ്പോഴും നമുക്കറിയാം അതിന് സർക്കാർ ജനങ്ങളുടെ കൂടി കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല, പരിസ്ഥിതി സൗഹാർദ്ദപരമായി നമ്മൾക്കറിയാലോ, കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നതൊക്കെ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ, ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുമ്പിൽ പോകുന്ന സർക്കാർ കേരള സർക്കാർ ആയിരിക്കുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ അടിസ്ഥാന വികസനത്തോടൊപ്പം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട പദ്ധതികളും നമ്മുടെ ലക്ഷ്യമാണ്. ഇച്ഛാശക്തിയോടുകൂടി അത് നടപ്പാക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ചറിയാലോ, നാളെ നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന വലിയ പരിപാടി, കേരളത്തിൻ്റെ തൊഴിൽ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ മാറ്റം വരുത്തുന്ന പദ്ധതികൾ ഉൾപ്പെടെ NH-66 ഉൾപ്പെടെ ഉള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല. കയ്പമംഗലം നിയോജക മണ്ഡലം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ രാവിലെ സബ്മിഷൻ പറഞ്ഞ പോലെ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ സംബന്ധിച്ച് അതിനുള്ള നടപടിക്രമങ്ങളൊന്ന് വേഗത്തിലാകണം. അതുപോലെ സാധാരണക്കാരോട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചിതറിക്കിടക്കുന്ന ഗവൺമെൻറ് ഓഫീസുകൾ ഒരുമിപ്പിക്കുന്ന റവന്യൂ ടവർ, അതൊന്ന് അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ സ്പീഡ് കൂട്ടണം. ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളെ സംരക്ഷിക്കാനുള്ള ടെട്രോപാഡ് പദ്ധതി, അത് സംബന്ധിച്ച് ഒന്ന് കൂടുതൽ ഗൗരവപ്പെട്ട രീതിയിലുള്ള ചിന്തയുണ്ടാകണം. ഒപ്പം തന്നെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് ഉയർന്നു വന്ന സംസ്ഥാന ബജറ്റിൽ വന്ന 20% ഫണ്ട് വകയിരുത്തിയ ഉപ്പുംതുരുത്തി ആറാട്ട് വഴി പാലങ്ങൾക്കുള്ള കാര്യങ്ങളിലും ഉയർന്നു പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിലും അല്ലാതെയും ഒക്കെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നതിൽ ഒന്ന് പ്രവാസികൾ സംബന്ധിച്ചാണ്. പ്രവാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്, ഉറപ്പാണ്. പക്ഷെ എന്നാൽ പോലും ഇനിയും ആ രംഗത്ത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചു വരുന്ന പ്രവാസികൾ സുഹൃത്തുക്കൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഗൗരവപ്പെട്ട ആലോചന സർക്കാർ നടത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ ആ രംഗത്തുണ്ട്. അത് പരിഹരിക്കാനുള്ളത് നല്ലൊരു കർമ്മ പരിപാടി നടപ്പാക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. നമ്മുടെ ഈ 11ാമത് സെഷൻ, ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ നിയമസഭയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്.
ഞങ്ങളുടെ നാട്ടിൽ അപൂർവമായിട്ടുള്ള ഒരു പഴയ ആചാരമുണ്ട്. വീട്ടിലെല്ലാ നല്ല ചടങ്ങ് നടക്കുമ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളെ അവിടെ കൊണ്ടുവരും. ആളുകൾ കൊണ്ടുവരുന്ന ആളുകൾക്കുള്ള ജോലി എന്ന് പറയുന്നത് ആ ചടങ്ങ് പ്രാകുക എന്നാണ്. നമുക്കറിയാലോ, അത് കൈ തലയിൽ വെച്ച് ഇത് ചെയ്യാന്നാണ്, എന്തെങ്കിലും ആയിപ്പോട്ടെ എന്നാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ചെയ്യുന്ന പരിപാടി ഏറ്റവും സമംഗളമായി പര്യവസാനിക്കുമെന്നാണ്. എനിക്കിപ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ റോള്, അവിടെയുള്ള ഈ ആളുകൾ ഒരു പരിപാടി, ഏത് നല്ല പ്രവർത്തനം നടത്തുമ്പോഴും അതിനെല്ലാ തരത്തിലുള്ള നെഗറ്റീവ് പറഞ്ഞാൽ ഞങ്ങൾക്കുറപ്പുണ്ട് ഈ നിയമസഭയിലുള്ള പ്രവർത്തനം, ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനം ഏറ്റവും മംഗളമായി തീരാനുള്ള പ്രവൃത്തിയായി അതിനെ വിലയിരുത്തപ്പെടുകയാണ്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഗവൺമെൻറ് എല്ലാ ഇതിനോടുള്ള ധനാഭ്യർത്ഥനകളെയും ധനവിനിയോഗ ബില്ലിനെയും പ്രത്യേകമായി പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീ ജോബ് മൈക്കിൾ, എനിക്ക് 2 മിനിറ്റ്. സാർ, ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് സാർ. ഈ ഫ്ലോറിൽ എപ്പോഴും ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാരും ചോദിച്ചു, കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചു, ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന്. സാർ, ഇന്നലെ സഭാനാഥനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ ചട്ടം 300 പ്രകാരം ഈ സഭയിൽ അവതരിപ്പിച്ചതാണ് സാർ ഈ ഗവൺമെൻറ് പ്രയോറിറ്റി. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇവിടെ പ്രതിപക്ഷം പറയുന്നത് പോലല്ല, മറിച്ച് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പ്രയോറിറ്റി പാവപ്പെട്ടവരോടാണ് സാർ. ഇവിടെ പട്ടിണി അനുഭവിക്കുന്ന വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുവാൻ ലൈഫ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ലൈഫ് പദ്ധതി ഞങ്ങൾ നിർത്തലാക്കും. നമുക്കറിയാം കൃഷിക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നെൽകൃഷിക്കാർക്കും റബ്ബർ കൃഷിക്കാർക്കും മറ്റ് കൃഷിക്കാർക്ക് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ പാവങ്ങൾക്ക് വേണ്ടി സൗജന്യ ചികിത്സ നമ്മൾ നടത്തി കൊടുക്കുന്നു. അതോടൊപ്പം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഇന്നിവിടെ പറഞ്ഞല്ലോ, കേരളത്തിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മലപ്പുറത്തും അതുപോലുള്ള മറ്റ് ജില്ലകളിലും സീറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള തീരുമാനം ചട്ടപ്രകാരം ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. സാർ, ഇവിടെ പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷവും പ്രതിപക്ഷം ഒരുപോലെ കേരളത്തിലെ ജനങ്ങളുടെ വികസനമാണ് സാർ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷത്തോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നല്ല മഴക്കാലം വരുമ്പോൾ മണ്ണിര തടിച്ചു കൊഴുക്കും. മണ്ണിര തടിച്ചു കൊഴുത്തു കഴിഞ്ഞാൽ മണ്ണിരയ്ക്ക് ഒരു അഹങ്കാരം ഉണ്ടാകും. എന്താണെന്നറിയാം അഹങ്കാരം? പാമ്പിൻ്റെ കൂട്ടി ചെന്ന് പെണ്ണ് ചോദിച്ചാലോ എന്ന്. ആ ഒരു മനോഭാവമാണ് സാർ ഇവിടുത്തെ പ്രതിപക്ഷത്തിനുള്ളത്. ആ മനോഭാവം നിങ്ങൾ മാറ്റണം. ആ മനോഭാവം നിങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനെ എല്ലാ രീതിയിലും പുറകോട്ടടിച്ചു കാണിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നമുക്കറിയാം. നമ്മൾ ഏത് ഉപരോധത്തെയും നാം മറികടക്കും. എങ്ങനെയാണ് നടക്കുന്നത് സാർ? സംസ്ഥാന ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ച്, സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം വർഷം തോറും വർദ്ധിപ്പിച്ച് ഈ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാനുള്ള ശക്തി സംസ്ഥാനത്തിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തെളിയിച്ചിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ധനവിനിയോഗ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് സാർ. ശ്രീ മാത്യു ടി തോമസ്, അങ്ങേക്ക് 2 മിനിറ്റ്. സ്പീക്കർ സാർ, ഈ ബില്ലുകളെ ഞാൻ അനുകൂലിക്കുകയാണ്. സാർ, സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പല വിധത്തിലുള്ള പരിമിതികൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര നയമാണ് ഇന്ന് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം ആകെ താറുമാറാകുന്ന രൂപത്തിലുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഭിമാനം ആയിരുന്ന ഫിസ്ക്കൽ ഫെഡറലിസം, സംസ്ഥാനങ്ങൾക്ക് തനത് വരുമാനം ഉണ്ടാക്കി കാര്യങ്ങൾ നടപ്പാക്കാനുണ്ടായിരുന്ന ശേഷി നൽകുന്ന സംവിധാനം ആകെ തകരുകയാണ്. പൂർണ്ണമായും കേന്ദ്രത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യയുടെ ധനകാര്യ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന ഒരു അപകടകരമായ സൂചന നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സാർ, ഈ സ്ഥിതിവിശേഷത്തെ മറികടക്കുവാൻ വേണ്ടിയുള്ള വലിയ ഒരു പ്രയത്നം നമുക്ക് ആവശ്യമാണ്. സാർ, അക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വിജയിച്ചു പോയ എംപിമാർ, നമ്മുടെ പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടണം. ഒരു ഫിസ്ക്കൽ ഫെഡറലിസത്തിലേക്ക് നമ്മുടെ നാടിനെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങാൻ കഴിയും. സാർ, ഞാൻ ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന പല നിയമങ്ങളും വളരെ പുരോഗമനപരമായ നിയമങ്ങളാണ്. പക്ഷേ അതിൻ്റെ സ്പിരിറ്റിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമുക്ക് പൂർണ്ണ വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സത്യം, ഒരു ദുഃഖസത്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. സാറ്, ഞാൻ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ പൈലറ്റ് ചെയ്ത നിയമമാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി നിയമം. സാർ, ആ വലിയ തുക 1 ടൈം സെസ്സായി കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ തുക ഖജനാവിലേക്ക് പോകുന്നതല്ലാതെ
നമ്മുടെ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. സർ, അതുപോലെ തന്നെ ഞാൻ രാവിലെ ചോദ്യോത്തരവേളയിൽ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ സേവനാവകാശ നിയമം. പൗരന്മാർക്കുള്ള സേവനങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നിയമമാണ്. അതും ഫലപ്രദമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ പാസ്സാക്കിയ പബ്ലിക് ഹെൽത്ത് ആക്റ്റിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നടപടികളുണ്ട്. സർ, കഴിഞ്ഞ നിയമസഭയുടെ കാലത്ത് പാസ്സാക്കിയ കർഷക ക്ഷേമനിധി നിയമം, ലാഭത്തിൻ്റെ അവകാശം കർഷകനുള്ളതാണ്. വൻകിടക്കാർ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ വിഹിതം കർഷകർക്കുള്ള, അതും പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. സർ, പുരോഗമനപരമായി ആ നിയമങ്ങൾ നമ്മൾ പാസ്സാക്കുന്നത് ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ പിന്തുണയ്ക്കും. ശ്രീ ടി പി രാമകൃഷ്ണൻ, അങ്ങേക്ക് 13 മിനിറ്റ്. സർ, ഉപധനാഭ്യർത്ഥനകളെയും അധിക ധനാഭ്യർത്ഥനകളെയും സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിന് സർ ഞാൻ പിന്തുണ നൽകുന്നു. കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ തുടരുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ധനവിനിയോഗം ഈ സഭ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻഗണനയെ സംബന്ധിച്ച് ഈ സഭയിൽ വിവാദങ്ങളുണ്ടായി. മുൻഗണനയെ സംബന്ധിച്ച് ചില ഇടതുപക്ഷ നേതാക്കൾ നടത്തിയ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. സർ, അതിദാരിദ്ര്യം ഇല്ലാതാക്കലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് UDF പ്രതിപക്ഷം നിങ്ങളിന്ന് തിമിർത്ത് ആടുകയാണ്. തെറ്റായ വിശകലനങ്ങളും വസ്തുതാവിരുദ്ധമായ നിലപാടുകളും ഒരു തത്വദീക്ഷയും ഇല്ലാത്ത നിലയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. UDF വിജയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഈ സഭയിലെ CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. നേതൃത്വത്തെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് തകർക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി കള്ളക്കഥകളും നുണപ്രചരണങ്ങളും നിങ്ങൾ സംഘടിതമായി പ്രചരിപ്പിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ഹീനമായ കൃത്യം അനുവദിക്കില്ല. രാജ്യം നേരിടുന്ന ഗുരുതരാവസ്ഥയെക്കുറിച്ച് വ്യത്യസ്തമായ ശബ്ദം ഈ സഭയിൽ കേൾക്കാനിടയായി. RSS സംഘപരിവാർ ശക്തികൾ നയിക്കുന്ന BJP-യുടെ അപകടകരമായ നിലപാട് തുറന്നു കാണിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ച BJP-ക്കെതിരെ യോജിപ്പിൻ്റെ നിലപാടുമായി സഹകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? വ്യത്യസ്ത ശൈലിയിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം പ്രസംഗത്തിലും ശരീരഭാഷയിലും ഈ സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം സഭയിൽ പ്രസ്താവന നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ അംഗവിക്ഷേപം നാം ശ്രദ്ധിക്കുകയുണ്ടായി. ആർക്കും ഒരു വിവരവുമില്ല എന്ന ധാരണയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. സർ, ഈ ധാരണയെ സംബന്ധിച്ച് എന്ത് നിലപാടാണ്, എന്താണ് പറയേണ്ടത്, എന്താണ് ഈ കാര്യങ്ങളെല്ലാം നാം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം കൂടോത്രത്തിൽ അഭിരമിച്ച് നിൽക്കുകയാണ്. സർ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏത് കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്? അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായി പൊരുതി വിജയം നേടിയ ഒരു ജനതയുടെ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. ജനങ്ങൾ നേടിയ വിജയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നിഷേധമാണ് കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം. അത്തരമൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്നും ഇതിൽ പരം പ്രതീക്ഷിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടാണ് ഈ നാടിന് അനുഭവപ്പെട്ടിട്ടുള്ളത്. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ വഞ്ചിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അത് ജനങ്ങൾ നേരിടുക തന്നെ ചെയ്യും. പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ജനങ്ങളിൽ നിന്നും പാഠം പഠിച്ച് അവരുടെ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM-ഉം ഈ പരിപാടികൾ ആവിഷ്കരിച്ചു വരുന്നത്. സർക്കാരിൻ്റെ മുൻഗണന കേരളത്തിലെ സാധാരണ ജനങ്ങൾ തന്നെയാണ്. സർ, 2020-21 31,068 കോടി രൂപയായിരുന്ന കേന്ദ്ര സർക്കാർ ഗ്രാൻറ്റുകൾ 12,068 കോടി രൂപയായി കുറഞ്ഞു. 3 വർഷക്കാലയളവിൽ 19,000 കോടി രൂപയുടെ കുറവാണ് കേന്ദ്ര ഗ്രാൻറ്റിനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകകളിലും വായ്പാ അനുപാതത്തിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച്
57,400 കോടി രൂപയാണ് കുറവ് വന്നിട്ടുള്ളത്. ഇത്തരം ഹീനമായ നീക്കങ്ങളെ നേരിട്ടുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. 62 ലക്ഷം പേർക്കാണ് 1,600 രൂപ തോതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ എല്ലാ മാസവും തുടരും. കുടിശ്ശിക പെൻഷൻ 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളായി നൽകുമെന്നും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഖാദി തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീം, അംഗൻവാടി ജീവനക്കാർക്കുള്ള ക്ഷേമ കുടിശ്ശിക, ആരോഗ്യമേഖലയിലെ കുടിശ്ശിക, സപ്ലൈകോ കുടിശ്ശിക, കരാറുകാർക്കുള്ള തുക, സ്കോളർഷിപ്പ്, മറ്റ് വിവിധ മേഖലകളിലെ ധനസഹായങ്ങൾ, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, DA/DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക എല്ലാം പൂർത്തീകരിച്ച് നൽകുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നു. ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക അനുവദിക്കാനും ഗവൺമെൻറ് തീരുമാനിച്ചു. വയനാട്, ഇടുക്കി, കാസർഗോഡ്, കുട്ടനാട് പാക്കേജുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി 1000 കോടി രൂപ ബഡ്ജറ്റിൽ നേരത്തെ തന്നെ വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള വിതരണ പദ്ധതിയും സമയബന്ധിതമായി നടപ്പിലാക്കാൻ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 2020 ഒക്ടോബർ മുതൽ ഇതുവരെ 3.5 വർഷത്തിനുള്ളിൽ 19.86 ലക്ഷം കണക്ഷൻ അധികമായി നൽകിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ 37.47 ലക്ഷം കണക്ഷനുകൾ നിലവിലുണ്ട്. 92 പഞ്ചായത്തുകളിൽ എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ നൽകി. 103 പഞ്ചായത്തുകളിൽ കൂടി ഈ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള പരിപാടികൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ തരംമാറ്റൽ, പട്ടയം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പൂർണ്ണത കൈവരിക്കാൻ കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സർ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ. ഇപ്പോൾ നടപ്പിലാക്കുന്ന നിയമത്തിൻ്റെ ചില പഴുതുപയോഗിച്ചുകൊണ്ട് ഉടമകൾ കോടതിയിൽ പോവുകയും തൊഴിലാളികളുടെ ജോലി നിഷേധിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. ഇവിടെ ഈ ചുമട്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക്, പരമ്പരാഗതമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തണം. കോടതിയുടെ ഇടപെടലിനെ തടയത്തക്ക നിലയിലുള്ള സമീപനം ഈ പ്രശ്നത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ചുമട്ടുതൊഴിലാളി നിയമത്തിനകത്ത് ആവശ്യമായ കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തുന്നതിനുള്ള നിലപാടും ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതുണ്ട്. സർ, കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പരമ്പരാഗത മേഖലയാണ് കള്ള് വ്യവസായത്തിലെ തൊഴിലാളികൾ. ഈ തൊഴിലാളികളുടെ തൊഴിൽ കടുത്ത ഭീഷണിയെ നേരിടുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ടോഡി ബോർഡ് രൂപീകരിക്കുന്നതിനുള്ള തീരുമാനമെടുത്തത്. ടോഡി ബോർഡ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടോഡി ബോർഡ് രൂപീകരണത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സഹായകരമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. അതിനുവേണ്ടി ആവശ്യമായ ഫണ്ട് നൽകേണ്ടതുണ്ട്. കള്ള് ഷാപ്പുകൾ വഴി, ചെത്തുന്ന തെങ്ങ് വൃക്ഷങ്ങൾ വഴി ഇവിടെ സമാഹരിക്കപ്പെട്ടിട്ടുള്ള തുക ബോർഡിൻ്റെ പ്രവർത്തനത്തിന് നൽകുന്നതിനുള്ള നിലപാടും ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതുണ്ട്. നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നിലപാട് അഭിനന്ദനാർഹമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഏത് തരത്തിലുള്ള പ്രതിരോധ നടപടികളും പ്രതികാര നീക്കങ്ങളും നടത്തിയാലും വികസനക്ഷേമ നടപടികളിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകില്ലെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ്താവിച്ചത് ഏറെ അഭിമാനത്തോടെയാണ് കേരളം ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ലീഗിൻ്റെ അംഗം ഇവിടെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ പങ്കാളിത്തത്തെ, അവരുടെ ചുമതലയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, തുടർന്ന് പാർലമെൻറ്റ് അംഗങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകും. സർ, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന്, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ UDF MP-മാർ തികച്ചും നിസ്സഹകരണമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഭാവിയിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. എല്ലാ MP-മാരെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടർന്നും നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർ,
ഇവിടെ ഗവൺമെന്റിന്റെ മുൻഗണന എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. ഇവിടെ ഈ മുൻഗണന നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ ചില പ്രത്യേക മേഖലകൾ പറഞ്ഞിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, അവരാണ് ഈ ഗവൺമെന്റിന്റെ മുഖ്യമായ മുൻഗണന. ആ മുൻഗണന നൽകിക്കൊണ്ടാണ് പ്രശ്നങ്ങൾ, ചില സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി പരിഹരിക്കപ്പെടാൻ കഴിയാതിരുന്ന പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ച് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കേരളത്തിന് ആവശ്യമായ ധനം നേടിയെടുത്തുകൊണ്ട് തന്നെ പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ നിലപാടുകൾ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇവിടെ ചട്ടം 300 അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന ഇത് പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉറപ്പ് തന്നെയാണ്. ആ ഉറപ്പിന്റെ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല. അത് പരിഹരിക്കത്തക്ക നിലയിലുള്ള പ്രായോഗിക നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ജനങ്ങളുടെ നല്ല ഭഗവതിയോടുകൂടി തന്നെ പ്രശ്നങ്ങളെ സമീപിച്ച് മുമ്പോട്ട് പോകാൻ കഴിയണം. കേരളത്തെ നേരിടുന്ന ഏറ്റവും മുഖ്യമായ വിപത്തായി RSS സംഘപരിവാർ ശക്തികളുടെ നീക്കത്തെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇനി ഭാവിയിൽ വരുന്ന രാഷ്ട്രീയ നിലപാടുകളിലെല്ലാം ഈ പ്രശ്നം ഗൗരവമായി എടുക്കുന്നതിന് സഹായകരമാകുമോ? ഇവിടെ സഹകരിച്ച് നിൽക്കേണ്ടുന്ന വിഭാഗങ്ങൾ എങ്ങനെയാണ് സാർ ഭിന്നിച്ചു പോകുന്നത്? ഇവിടെ കേരളത്തിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്നതിന് അതിന് എതിരായി നിൽക്കുന്ന ശക്തികളെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ്. സാർ, ഇതിനകത്ത് ഇവിടെ UDF വഹിച്ച പങ്ക് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? UDF വഹിച്ച പങ്കല്ലേ യഥാർത്ഥത്തിൽ ഭിന്നത രൂക്ഷമാക്കിയിട്ടുള്ളത്? കേരളത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എതിരായ സമീപനം UDF സ്വീകരിച്ചപ്പോൾ യോജിപ്പിന്റെ മേഖല കൂടുതൽ അകന്നകന്നു പോവുകയാണ്. ഈ സമീപനത്തിൽ മാറ്റം വരുത്തുമോ? എല്ലാവരും യോജിച്ചു നിൽക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ യോജിച്ചു നിൽക്കുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ മുഖ്യമായ വിപത്തിനെ നേരിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച ഈ ദിശയിലൂടെയുള്ള സമീപനത്തിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയണം. എന്നാൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഈ സഭയുടെ അനുഭവം, കേരളത്തിൻ്റെ അനുഭവം. അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുന്നുണ്ട്. ആ സമീപനത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. ഈ നാടിൻ്റെ പൊതുവായ സംരക്ഷണത്തിനും പൊതുവായ നേട്ടത്തിനു വേണ്ടിയും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചു മുമ്പോട്ട് പോകാൻ കഴിയും. അതിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബില്ലിന് ഒരിക്കൽ കൂടി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. സമയത്തിനകം പൂർത്തീകരിച്ചത്. ശ്രീ TJ വിനോദ്, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ബഹുമാനായ പേരാമ്പ്ര അംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു സംസാരമാണ് ഉണ്ടായിട്ടുള്ളത്. സർ, പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഭരണകക്ഷി നടത്തുന്ന തെറ്റായ സമീപനങ്ങളെ നിയമസഭയ്ക്കകത്തും പുറത്തും തുറന്നു കാട്ടുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം. ആ ഉത്തരവാദിത്വം കൃത്യമായി പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ അലോസരപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർ, നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പണി കുറഞ്ഞു കിട്ടും എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. സർ, ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ്. കാരണം 2015 ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖം ഇന്ന് രാവിലെ 9 മണിക്ക് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട് ഇറങ്ങുന്ന ഒരു സന്തോഷകരം. അതിൽ പങ്കെടുത്തിട്ടാണ് എൻ്റെ സ്നേഹിതൻ ശ്രീ വിൻസെൻ്റ് ഇവിടെ വരുന്നത്. ആ സന്തോഷം മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരമായ ഒരു വസ്തുതയാണ് സാർ. ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി സാറ് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി 7000 കോടി രൂപയുടെ പ്രോജക്റ്റുമായി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോയപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സാർ, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആ ആരോപണത്തിന് മുന്നിൽ പകച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കപ്പൽ ഈ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകുമായിരുന്നില്ല. സാർ, കൂടാതെ ഈ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്ന ശേഷം ജസ്റ്റിസ് CN രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അഴിമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു.
ആ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലം എന്താണ്? യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയേണ്ടേ സാർ. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളുമായിട്ടാണ് പോയി സാർ. ഈ സന്തോഷത്തിൽ ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് പേര് പറയാം. അതോടൊപ്പം തന്നെ അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ സ്മരിക്കുകയാണ് സാർ. സാർ, ഇവിടെ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കാനുള്ള പ്രധാന കാരണം പിണറായി സർക്കാരിൻ്റെ 8 വർഷക്കാലത്തെ ഭരണം പൂർത്തിയാവുന്ന ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി മുടിഞ്ഞ ഒരു തറവാടിൻ്റെ ലക്ഷണവും മൊത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. എല്ലാ രംഗത്തും ഒരു മുരടിപ്പാണ് സാർ. ഇപ്പം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി സഭയിൽ ചട്ടം 300 പ്രകാരം ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിവരയിട്ട് അദ്ദേഹം സമ്മതിക്കുകയാണ്. സാർ, പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുന്നത്? പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും ഈ സഭയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്നലെ ചട്ടം 300 പ്രകാരം നിങ്ങൾ പ്രയോറിറ്റിയായി തീരുമാനിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. സാർ, ഇവിടെ സാമൂഹിക പെൻഷൻ കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ എത്രയോ നാളുകളായി പറയുന്നു. അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനമില്ല. കാരുണ്യ ബെനവലന്റ് സ്കീം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രിയിൽ ചെന്നാൽ പണം കൊടുക്കാതെ ചികിത്സിക്കാവുന്ന ഒരു പദ്ധതി കഴിഞ്ഞ ജൂൺ 30 മുതൽ നിർത്തിവച്ചിരിക്കുകയാണ് സാർ. കോടിക്കണക്കിന് 1050 കോടി രൂപയാണ് ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത്. ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ? കിഫ്ബി പ്രവർത്തനങ്ങൾ ഇന്ന് സ്വാഭാവികമായ ഒരു മരണത്തിലേക്ക് കലാശിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. പുതിയ പദ്ധതികൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന പദ്ധതികൾക്ക് ഏസ് കിട്ടിയ പദ്ധതികൾ പോലും ഇന്ന് തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ക്ഷേമ പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കഴിഞ്ഞ 15 മാസമായി കിട്ടുന്നില്ല സാർ. അവര് ചുട്ടുപൊള്ളുന്ന വെയിലത്തും മഴയത്തും പണിയെടുത്ത് അംശാദായം അടച്ച് 60 വയസ്സ് കഴിയുമ്പോൾ ഒരു മരുന്ന് മേടിക്കാൻ പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അംശാദായം അടച്ച കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 15 മാസക്കാലമായി പെൻഷനില്ല. ഗവൺമെന്റ് എപ്പോൾ കൊടുക്കുമെന്ന് എന്നതിനെ സംബന്ധിച്ച് ഈ ചട്ടം 300 പറയുന്നില്ല. കൊടുക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എപ്പോൾ കൊടുക്കും എന്ന് പറയാൻ ഗവൺമെന്റ് കഴിയുന്നില്ല. കരാറുകാരുടെ കുടിശ്ശിക, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് വിതരണം, പട്ടികജാതി വിദ്യാർത്ഥികൾ അടക്കമുള്ള അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവരുടെ സ്കോളർഷിപ്പുകൾ നിലച്ചിരിക്കുന്നു സാർ. ലൈഫ് പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും DA സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല സാർ. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതം നമുക്കറിയാം. പ്ലാൻ ഫണ്ട് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴുത്ത് ഞെരിക്കുന്ന നടപടിയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് സാർ. ഒരു രീതിയിലും ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ ദുസ്സഹമായ സാഹചര്യമാണ്. നെൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെല്ല് സംഭരിച്ച നെല്ലിന് പണം കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, റബ്ബറിന് താങ്ങുവില 250 രൂപ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ഇന്ന് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് അതുപോലും യഥാർത്ഥത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന തുക പോലും കൊടുക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ചട്ടം 300 പറയുന്നത് UDFന്റെ കാലഘട്ടത്തിൽ 18 മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതാണ് സാർ. മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന അന്നത്തെ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഗവൺമെന്റ് ഇറക്കിയ ധവളപത്രത്തിൽ പല പ്രാവശ്യം സഭ ചർച്ച ചെയ്തതാണ്. ഈ ധവളപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ സംബന്ധിച്ച് 806 കോടി രൂപയാണ് സാർ ആ ബാധ്യതയായി പറയുന്നത്. 3 മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് സാർ. 3 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ 2014 നവംബർ, ഡിസംബർ, 2015 ജനുവരി 3 മാസമാണ്. ഇത് തന്നെയാണ് ബഹുമാന്യനായ KM സ്വരാജിന്റെ 2017 മറുപടിക്കും മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രി ചട്ടം 17 പ്രകാരം ഇന്നലെ നടത്തിയ പ്രസ്താവനയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചട്ടം 300 പ്രകാരം ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ യഥാർത്ഥത്തിൽ വസ്തുതകൾ വളച്ചൊടിച്ച് ഗവൺമെന്റ് നടത്തുന്ന പ്രസ്താവന ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഇന്ന് നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബി പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാന പദ്ധതിയാണ് കനാൽ റീജനറേഷൻ പദ്ധതി. കാരണം ഏകദേശം 1550 കോടി രൂപയുടെ ഏസ് കിട്ടിയ പദ്ധതിയാണ്.
7 കനാലുകളെ പുനർജീവിക്കുക എന്നുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗവൺമെന്റിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു രീതിയിൽ കഴിയാത്ത സാഹചര്യം, നഗരത്തിലെ വെള്ളക്കെട്ട് മാറ്റുക എന്നുള്ള ഈ സുപ്രധാന പദ്ധതി നടപ്പാക്കാൻ, പുതിയ പദ്ധതിയല്ല, AS കിട്ടിയ പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പാക്കാനുള്ള ഗവൺമെന്റിന്റെ ഒരു നിലപാട് കൂടി ഉണ്ടാകണം. അങ്ങനെ എല്ലാ രീതിയിലും സമസ്ത മേഖലയിലും പരാജയപ്പെട്ടു നിൽക്കുന്ന, സാമ്പത്തിക രംഗത്ത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ധനവിനിയോഗ ബില്ലിനെ ഞാൻ എതിർക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സാർ, 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെയും വിവിധ വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളെയും സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലുകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സഭയിൽ തന്നെ ഇത്രയും ബില്ലുകളെ സംബന്ധിച്ച് 3 മണിക്കൂർ നീണ്ട ചർച്ച നടന്നതാണ്. അതിൻ്റെ ആ ധനാഭ്യർത്ഥനയെ അംഗീകരിച്ചതിന് ശേഷം അതിൻ്റെ നിയമപരമായ പൂർത്തീകരണത്തിന് വേണ്ടി ബില്ലായി ഇന്ന് അവതരിപ്പിച്ചത് പാസ്സാക്കുന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. സർ, നമ്മുടെ ഈ സെഷൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ എഫക്റ്റീവായിട്ടൊരു സെഷനാണ് നടന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി നമ്മുടെ ഈ സെഷൻ നടക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനകത്ത് സ്വാഭാവികമായും പ്രതിപക്ഷം ഭരണപക്ഷത്തെ വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണ്. എങ്കിലും ധാരാളം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നടത്തിയ നേട്ടങ്ങൾ പലതും അംഗീകരിക്കാനും പ്രതിപക്ഷവും തയ്യാറായിട്ടുണ്ട്. ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പലതും ഉൾക്കൊണ്ടുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിനൊന്നും തർക്കമില്ല. ഇന്നിപ്പോൾ അവതരിപ്പിച്ച റൂൾ 300 അടക്കമുള്ള പല കാര്യങ്ങളും കേരളത്തിൽ കളക്റ്റീവായി വിദ്യാഭ്യാസ മേഖലയിലും പൊതുമേഖലയിലും എല്ലാം നടത്താൻ ഉള്ള താല്പര്യങ്ങൾ അതെങ്ങനെയാണ് ഈ ഗവൺമെൻറ് കാണുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച ആ റൂൾ 300-ൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അധികം സീറ്റുകൾ അനുവദിക്കുമെന്ന് പ്രതിപക്ഷ നിര പോലും ചിന്തിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 140ഓളം 160ഓളം ബാച്ചുകൾ പുതുതായിട്ട് 14-15 കോടിയുടെ ബാധ്യത, അധിക ബാധ്യത വരുന്നു. മലപ്പുറത്ത് തന്നെ 120 ബാച്ച്, കാസർഗോഡും അങ്ങനെ ബാച്ച് അനുവദിച്ചു. ഇതിനകത്ത് പൊതുവായ കാര്യങ്ങൾക്ക് ഒരു മുട്ടും വരരുത് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് ചെയ്ത കാര്യമാണ് സർ. ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച റൂൾ 300 കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഗൗരവത്തോടെ ഈ സർക്കാർ കാണുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സർ. അതിൻ്റെ ഭാഗമായിട്ട് പ്രയോറിറ്റി, പത്രങ്ങളിൽ വരുന്ന പ്രയോറിറ്റി അല്ല, പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാന ഞങ്ങളുടെ എല്ലാം LDF ഉൾപ്പെടെ ചർച്ച ചെയ്യുമ്പോൾ, ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യുമ്പോഴും കേന്ദ്രം അധികമായി നമ്മുടെ പുറത്തേക്ക് കയറ്റിവെച്ചിരിക്കുന്ന ബാധ്യതകളും നമുക്ക് തരാത്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിനെ പരിഹരിച്ചുകൊണ്ട് കൃത്യമായ പ്രയോറിറ്റി ഏറ്റവും സാധാരണക്കാർക്ക്, ഇവിടെ പറഞ്ഞ അതിദരിദ്രരായ ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക തുടങ്ങി സാധാരണ അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ചെറുപ്പക്കാർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനുള്ള സ്ഥാപനങ്ങൾ, കൂടുതൽ സീറ്റുകൾ, പുതിയ ഗവേഷണ സ്ഥാപനങ്ങൾ, പുതിയ ഫാക്ടറികൾ, തൊഴിൽ മേഖല എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ പോകുന്നത് സർ. അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അങ്ങനെ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങൾ വീണ്ടും ഇവിടെ കേരളത്തിന് എന്തുണ്ടായി നേട്ടങ്ങളെന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ട്. കേരളത്തിന് ഏറെ നേട്ടങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ കേരളത്തിന് ഇന്നിപ്പോൾ എല്ലാ മേഖലയിലും ഇതേപോലെ അംഗീകാരം കിട്ടുമായിരുന്നില്ല സാർ. പക്ഷേ കേരളം ഇനി എത്രയോ മുന്നോട്ട് പോകാനുണ്ട്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. രാവിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്തത് തന്നെ പൊതുവായ അത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടാണ്. ഇവിടെ ഒരു പുതിയ കാര്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞത്. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു, അതിനുവേണ്ടി മാത്രം പോകുന്നു, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയാൽ ജോലി കിട്ടുന്നില്ല, പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, പലരും വളരെ ചെറിയ ജോലികളിലാണ് ജോലി ചെയ്യുന്നത്, അതിന് ശുപാർശ ചെയ്യേണ്ടി വരുന്ന കാര്യത്തിലേക്ക് എത്തി ആ ചർച്ച. അപ്പോൾ അതിനർത്ഥം വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല പുറത്തേക്ക് പോകുന്നത്, എന്നാൽ ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് ആളുകൾ പുറത്തേക്ക് പോകുന്നതിനെ തടയാൻ പറ്റില്ല. കാരണം 100 വർഷമോ 150 വർഷമോ മുമ്പ് എടുത്താലും കേരളത്തിന് അതിനു മുമ്പ് പോർച്ചുഗീസുകാർ വന്നപ്പോൾ മുതലേ ഉള്ള വിദേശത്തിലേക്കുള്ള ബന്ധങ്ങളും, കൊച്ചിയുടെ പേരിലൊരു യൂണിവേഴ്സിറ്റി ലോകത്ത് ഉണ്ട്, കൊച്ചിയുടെ പേരിൽ കൊച്ചി യൂണിവേഴ്സിറ്റി, കൊച്ചിയിൽ നിന്ന് പോയ ആളുകൾ തുടങ്ങിയതാണെന്ന് പറഞ്ഞത്. പണ്ട് പോർച്ചുഗീസുകാർ ആദ്യ ട്രിപ്പ് വന്നപ്പോൾ കൊച്ചിയിലേക്ക് സമുദ്രയുടെ അവിടുത്തെ പ്രാദേശികമായിരുന്ന കച്ചവടക്കാരായിട്ടുണ്ടായിരുന്ന അവരെ തുരത്തി ഓടിച്ച് കൊച്ചി വന്ന് കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ അവിടുന്ന് ആ കപ്പലിനകത്തുണ്ടായിരുന്ന
നായർ അന്ന് പട്ടാളക്കാരെയാണ് പിന്നെ ഇവിടുന്ന് വെച്ചിരുന്നത്. അവരെയും കൊണ്ട് ആ കപ്പൽ പെട്ടെന്ന് പോയി. കാരണം കൊച്ചിയിൽ നിന്ന് പിന്നെ പോർച്ചുഗീസുകാരെ ആക്രമിക്കാനായിട്ട് അവിടുന്ന് ഷിപ്പുകൾ വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഇവർ പോയി. അങ്ങനെ പോയതൊട്ട് കേരളത്തിൽ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് പോയിട്ട് സെറ്റിൽ ചെയ്ത ചരിത്രമുണ്ട്. അത്രയും വലിയ ചരിത്രമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ. അപ്പോൾ പുറത്തേക്ക് പ്രവാസികളായി നമ്മൾ പോകുന്നതിന് ആ ചരിത്രം നോക്കിയാലേ പ്രവാസികളായി നമ്മൾ പോകുന്ന ഒരു ചരിത്രത്തിൽ എന്നും ഉള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം നമുക്ക് ഏറ്റവും നല്ല ലോകത്ത് എവിടെ പോയാലും ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് ജീവിക്കാൻ മലയാളി കഴിയണം. പക്ഷെ ഇവിടെ പറഞ്ഞൊരു ഗൗരവതരമായ പ്രശ്നമുണ്ട്. നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് എന്താ? അതൊരു സോഷ്യൽ ഇഷ്യൂസ് അതിനകത്തുണ്ട്. അത് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാനുള്ള സമയം എടുക്കാൻ നമുക്കില്ല. അത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം മാത്രമല്ല സാർ. നമ്മുടെ സമൂഹത്തിനകത്ത് പോസിറ്റീവായി കാര്യങ്ങൾ കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ തന്നെ ഏറ്റവും നല്ല കാർട്ടൂണിസ്റ്റുകളും ഏറ്റവും നല്ല തമാശ പറയുന്നവരൊക്കെ കേരളത്തിൽ. അതുകൊണ്ടാണല്ലോ ഈ ഞണ്ടിനെ പിടിച്ച് ഒരു ബക്കറ്റിലിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ബാക്കി എല്ലാ സ്ഥലത്തു നിന്നുള്ള ഞണ്ടും മറ്റു സാധനമൊക്കെ കയറ്റി അയക്കുമ്പോൾ കവറിടും. പക്ഷെ കേരളത്തിൽ നിന്നുള്ള ഞണ്ടിനെ ഇട്ടേക്കുന്ന ബക്കറ്റിന് മേളിൽ കവറിടുന്നില്ല. അപ്പോൾ ആൾ ചോദിച്ചത് കേരളത്തിൽ നിന്നുള്ള ഞണ്ട് ഇതിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയില്ലേ? അപ്പോൾ ഈ എക്സ്പോർട്ടർ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ഞണ്ട ഇത് കയറി പോകുമ്പോൾ മറ്റേ ഞണ്ട് പിടിച്ച് കാലെ പിടിച്ച് താഴോട്ട് വലിച്ചോളും എന്ന് പറയുന്നത് കേരളത്തെ പറ്റിയ ഒരു സട്ടയറാണ് സാർ. ഇത് നമ്മൾ പരസ്പരം ആലോചിക്കണം. കേരളത്തിനാകെ നശിച്ചിരിക്കുന്നു. കേരളം മുടിഞ്ഞു പോകും, ഉടനെ തകരും, ശ്രീലങ്കയാവും. അപ്പോൾ ആരെങ്കിലും പൈസ തരുമോ കേരളത്തിന്? കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ആകെ തകർന്നിരിക്കുന്നു. ട്രഷറി ഇടല്ലേ പൈസ, ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കല്ലേ, ആരെങ്കിലും തരുമോ സാർ? ഇത് അങ്ങനൊരു ടെൻഡൻസി നമ്മുടെ യുവതലമുറ ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മോറൽ പോലീസിങ്ങും സോഷ്യൽ പോലീസിങ്ങും എന്ത് കാര്യം വന്നാലും ഇപ്പോൾ ടെക്നോ പാർക്ക് പോലെയുള്ള സാധനങ്ങൾ നേരത്തെ ബാംഗ്ലൂരിലെ സ്ഥാപനങ്ങളിലും മറ്റുമുള്ള സൗകര്യങ്ങൾ IT മേഖലയിലും മറ്റുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്തു, അസംബ്ലി ചർച്ച ചെയ്തു. ഈ ടെക്നോ പാർക്കുകളിലെങ്കിൽ ഒരു വലിയ പാർക്കിൽ ബിയർ പാർലർ പോലുള്ള സംവിധാനം വേണം. അവിടുത്തെ ആ IT മേഖലയിലെ ജീവനക്കാരുടെയൊക്കെ ആവശ്യമാണ്. അത് വരുമ്പോഴും നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യും. പക്ഷെ പുറത്തു വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ വിമർശനം വേറെ തരത്തിൽ വരും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ സോഷ്യൽ ലൈഫിൽ നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായ വിവാദങ്ങളും ഇല്ലാത്ത കഥകളും ഗോസിപ്പുകളും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആവശ്യമില്ലാത്തൊരു മോറൽ സോഷ്യൽ പോലീസിങ് അടക്കം അതങ്ങനെ പല കാര്യങ്ങളുണ്ട് സാർ. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലുള്ള നേട്ടങ്ങൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രീ വിനോദ് പറഞ്ഞ് അവസാനിപ്പിച്ചത് കേരളത്തിൽ ഇപ്പം ഈ തുറമുഖത്തിൻ്റെ കാര്യം MPമാരുടെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു. സാർ, തുറമുഖത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാം ചർച്ച 7,000 കോടി രൂപയുടെ തുറമുഖം 6,000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. അത് തടസ്സപ്പെട്ടത് ഞാൻ ഇന്നലെ വളരെ വിശദമായിട്ട് സംസാരിച്ചുകൊണ്ടൊന്നും പറയുന്നില്ല. ഒരു കാര്യമുണ്ട്, നാളെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വളരെ സന്തോഷമുള്ള ദിവസമാണ് സാർ. ഇന്ന് ആ വലിയ കപ്പൽ അവിടെ എത്തി. നമ്മുടെ MLAമാരും മന്ത്രിമാരും തിരുവനന്തപുരത്തുള്ള മന്ത്രിമാരും ഒക്കെ അത് അവിടെ എത്തുന്നത് കാണാം. എത്തിയെന്ന് പറഞ്ഞാൽ അത് വരികയാണ് സാർ. നാളെ അതിൻ്റെ പുറംകടലെത്തി സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന മദർഷിപ്പ് നാളെ രാവിലെ നമ്മളത് സാർ പണ്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ആ സഭയിൽ ഞാനില്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നടക്കില്ല എന്ന് പറഞ്ഞതാണ് നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന സാൻ ഫെർണാണ്ടോ എന്ന ആ മദർഷിപ്പിനെ നമ്മൾ സ്വീകരിക്കുക. നമ്മളെല്ലാം കൂടി ഇവരെ പറഞ്ഞു നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ് സാർ. വളരെ വലിയ പാരമ്പര്യമുള്ളതല്ലേ സാർ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം, നമ്മുടെ തുറമുഖത്തിൻ്റെയും നമ്മുടെ തുറമുഖങ്ങളുടെയൊക്കെ സാർ. അതോടുകൂടി വരുന്ന ആ വലിയ മാറ്റം നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുണ്ടാകുന്ന വലിയ മാറ്റമാണ് സാർ. ആ വലിയ കപ്പലും തുറമുഖവും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ കപ്പലുകൾ വന്നതുകൊണ്ട് മാത്രം വികസനമാവില്ല സാർ. ആ കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളതെന്ന് പറഞ്ഞപ്പോൾ നമുക്കെല്ലാം ഉള്ളത് അതാണ്. കാരണം വലിയൊരു കപ്പൽ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വളരെ ക്വിക്കായിട്ട് സാധനം നീങ്ങുന്ന നല്ല റോഡുകൾ വേണം. നമ്മുടെ നാഷണൽ ഹൈവേക്ക് ഇപ്പം തന്നെ ഓവർ ബർഡനിങ് ആണ്. അവിടുന്ന് നല്ല തിരക്കുള്ള ആ റോഡിൽ കൂടി കൂടുതൽ വാഹനം പോകാനുള്ള മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വന്നു സാർ. അങ്ങയുടെ പ്രദേശത്ത് അങ്ങയുടെ മണ്ഡലത്തിലേക്ക് കോഴിക്കോട് നിന്ന് പോകുന്നതിനുള്ള ആ തടസ്സം അങ്ങേക്കറിയാം. ആ ചുരത്തിൻ്റെ പ്രശ്നം, താമരശ്ശേരി ചുരം, ആ ചുരത്തിൻ്റെ അവിടെയാണ് നമ്മൾ പുതിയ ടണൽ റോഡ് 2,000 കോടി രൂപയോളം വരും സാർ. അതെല്ലാം അവിടുന്ന് ബാംഗ്ലൂരിലേക്കുള്ള റൂട്ട് വളരെ എളുപ്പമാക്കും. പുതിയ റെയിൽവേ സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, തിരുവനന്തപുരത്ത് റിംഗ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ സമയത്ത് നടക്കില്ല സാർ. അങ്ങനെ ഓരോ മേഖലയിലും ഏറ്റവും ദരിദ്രരായ അതിദരിദ്രരായ
കുറച്ച് ആളുകളെ നമ്മുടെ കണക്കിനകത്തുള്ളൂ, 0.5% താഴെയാണ്. അതിനകത്ത് പകുതി ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നമുക്ക് ഈ സമയത്ത് നടത്താൻ പറ്റി. ബാക്കിയുള്ളവരെയും ആ സൗകര്യങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. വീടുകൾ എല്ലാവർക്കും കിട്ടാനുള്ള ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. സാർ, അതിന് ചിലവായ പണം ഇന്നലെ ഇവിടെ കണക്ക് പറഞ്ഞല്ലോ, ബാക്കി ഇവിടെ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുക. സാർ, ഈ ഏറ്റവും സാധാരണക്കാരൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് മുടക്കിയ തുക ഉൾപ്പെടെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ 300-ൽ പറഞ്ഞത്. അതിനകത്ത് വരുന്നൊരു കാര്യമുണ്ട്. 8,000 ചില്ലാനും കോടിയാണ് UDFൻ്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ ഇത്രയും സമയം കൊണ്ട് 50,000-നും 60,000-നും ഇടയ്ക്ക് കോടി ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ചിലവാക്കി കഴിഞ്ഞു. സാർ, അതിനകത്ത് 5 മാസം കൊടുക്കാനുണ്ട് എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ. കൊടുക്കുന്ന കാര്യമാണ്, അതെങ്ങനെ കൊടുക്കുമെന്നുള്ളത് ഇവിടെ ചോദിച്ചു. എങ്ങനെ അത് കൊടുക്കും എന്നുള്ളതാണ്, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സാർ, നിർമ്മാണ തൊഴിലാളികളുടെ കാര്യത്തിൽ വീണ്ടും ഇവിടെ ആവർത്തിച്ചു, ഇന്നലെ പറഞ്ഞാണല്ലോ. അതിനകത്താണ് ഒരു വർഷത്തെ തടസ്സമുള്ളത്, അതിൻ്റെ കാര്യവും പറഞ്ഞു. സാർ, മറ്റേതെങ്കിലും കാര്യത്തിനകത്ത് ഇങ്ങനെ നേരത്തെയുള്ള കാര്യം ഇങ്ങനെ സിവിൽ സപ്ലൈസ് ഉൾപ്പെടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവർത്തന വിരസത അതിനകത്ത് വരുമെങ്കിലും ഒരിക്കൽ പറഞ്ഞാൽ അത് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. സാർ, ആ മേഖലയിലൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ അവശേഷിക്കാതെ തന്നെ പരിഹരിക്കുന്നു. ഇപ്പോൾ സിവിൽ സപ്ലൈസിലും മറ്റും കാര്യങ്ങളുടെ ബുദ്ധിമുട്ടില്ല. ആശുപത്രിയിൽ, സാർ, ഗവൺമെൻറ് ആശുപത്രിയിൽ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ട്. നമ്മൾ ആശുപത്രിയിൽ നിന്ന് അവർ നിരന്തരമായി പറയുന്നൊരു കാര്യമുണ്ട്, ബില്ല് മേടിക്കുന്നില്ല, പക്ഷേ ബില്ലടിച്ചിട്ട് അത് 0 ബില്ലാക്കി കൊടുക്കുന്നൊരു സംവിധാനം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാനും ഇടയ്ക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതാണ്. സാർ, എന്താ പ്രശ്നം വെച്ചാൽ 1 ലക്ഷമോ 1.5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് സൗജന്യമായി കിട്ടുന്നതെന്ന് അവർക്കറിയില്ല. ബില്ല് വേണ്ട, പക്ഷേ അതിനകത്ത് ഇത്രയാണ് ബില്ല്, എന്നിട്ട് 0 ബില്ലാക്കുക. അതൊരു നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നുന്നു. കാരണം ഒരു പണം പോലും മുടക്കാതെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4000 ആൻജിയോപ്ലാസ്റ്റിയാണ് ഒരു വർഷം ചെയ്യുന്നത് എന്നുള്ളത് അവർ പറഞ്ഞ പോരാ. 4000, അതിനേക്കാളും കൂടുതലാണെന്ന് തോന്നുന്നു. കോട്ടയത്ത് ബൈപ്പാസും കൂടുതലുണ്ട്, ഹാർട്ട് മാറ്റുമൊക്കെ ഉണ്ട്. സാർ, ഇതൊക്കെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? ലോകത്ത് എവിടെയെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? കോവിഡ് കാലത്ത് അമേരിക്കയിലെ ആശുപത്രികളിലും യൂറോപ്പിലെ ആശുപത്രികളിലും പോകാതെ വഴി കടന്ന് പടഞ്ഞു മരിച്ച ആളുകളുണ്ട്. കാരണം അവിടെ പോകണമെങ്കിൽ കോവിഡ് ആയാലും ഒരു പ്രത്യേക പരിഗണനയില്ല. സാർ, എനിക്ക് അനുഭവമുണ്ട്. കോവിഡ് കാലത്ത് 16 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നാൽ ഞാൻ 16 ദിവസം, ഇവിടെ അങ്ങനെ 10 ദിവസം പാലക്കാട് ജില്ലാശുപത്രി കിടന്നു. സാർ, ഞങ്ങളവിടെ കിടക്കുന്ന സമയത്ത് ധാരാളം മരണങ്ങൾ, ഞങ്ങളുടെ കൂടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ സഭയിലെ അംഗങ്ങളായിരുന്നവരുൾപ്പെടെ മരണപ്പെട്ട സംഭവമുണ്ട്. അവിടെ കിടക്കുമ്പോൾ 16 ദിവസം. ആദ്യത്തെ കോവിഡ് മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ചെസ്റ്റ് പ്രശ്നം ഉള്ളതുകൊണ്ടാണ്, ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും കിടന്നത്. സാർ, അത് കഴിഞ്ഞപ്പം അവിടെ ഒരു പണവും ആർക്കും കൊടുക്കേണ്ടി വന്നില്ല. കേരളത്തിൽ ആർക്കും, അതാണ് കേരളം, കേരളത്തിൽ ആർക്കും ഒരു സ്ഥലത്തും, താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും എവിടെയും. അത് കഴിഞ്ഞിറങ്ങിയപ്പം സർക്കാരിലേക്ക് ഒരു പണം അടയ്ക്കാനായിട്ടൊരു മാർഗ്ഗമില്ല. എനിക്ക് അവിടെ ചികിത്സ കിടക്കുക, സർക്കാരിൽ അടയ്ക്കാൻ ഒരു പണം അടയ്ക്കാനില്ല. അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്ന് 50,000 രൂപ അടച്ചു. കാരണം ഇത്രയും ദിവസം കിടക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ ഈ ബില്ല് അടച്ചിട്ട് ബില്ല് മേടിക്കണ്ട, പക്ഷേ ഈ ഇങ്ങോട്ട് തരാൻ താല്പര്യമുള്ള ആൾക്ക് വേണ്ടി ഒരു വിൻഡോ നമുക്ക് തുടങ്ങണം. ആശുപത്രി കിടന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നു, എൻ്റെ കൂടെ അതേ ഹോസ്പിറ്റലിൽ കിടന്ന ആളുകൾക്ക് ഉള്ള ബില്ല് എത്രയാണെന്ന് അവർക്കറിയില്ല. ഞാൻ ആ ബില്ല് ഇതിനകത്ത് പരിധി വരാത്ത ഒരാളാണ് ബില്ലടയ്ക്കുന്നത്. ബില്ലടച്ചിട്ട് MLA ആയതുകൊണ്ട് ചിലപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ കിട്ടും. ഈ സാധാരണ രോഗിക്ക് ഒരാൾക്ക് കിട്ടുന്ന ഈ 1.5 ലക്ഷം 1.25 ലക്ഷം രൂപയുടെ ചികിത്സ സർക്കാർ കൊടുക്കുകയാണ്. ഇതിനകത്ത് കുറേയേറെ ആളുകൾക്ക് കുറച്ചെങ്കിലും, ചിലപ്പോൾ 10,000 സർക്കാരിലേക്ക് വരാൻ, അതിനൊരു വിൻഡോ നമുക്ക് ഉണ്ടാക്കുന്നതിന് ആരോഗ്യവകുപ്പ് ആലോചിക്കണം. വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ വലിയ പൊതുസൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരിൽ കുറച്ച് പേർക്ക് അതിനകത്ത് ഫീസൊന്നും ഇല്ല, പക്ഷേ വോളണ്ടറി ആയിട്ട് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനമാണ്. ഞാൻ എൻ്റെ അനുഭവം, കോവിഡിന് 16 ദിവസം കിടക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയാളെയും കാണാൻ വഴിയില്ല. കോവിഡ് ആകുമ്പോൾ അവിടെ കിടന്ന അനുഭവം ഞാൻ പറയാം, ഇത് നമുക്കുണ്ടായൊരു അനുഭവമാണ്, എല്ലാവർക്കും ഉള്ള അനുഭവമാണ് പോയവർക്കൊക്കെ. സാർ, അങ്ങനെ ഒരു സിസ്റ്റമുള്ള സ്ഥലമാണ് കേരളം. സാർ, ഈ കേരളം ആകെ മോശമാണെന്ന് നമ്മളെല്ലാം കൂടി തോപ്പം പറഞ്ഞാൽ ആർക്കാണ് സാർ ഗുണം? അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളും അത്തരം ചർച്ചകൾ വരുന്നതിന് ഒഴിവാക്കി കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് പറ്റേണ്ടത്. സാർ, ഇവിടെ കിഫ്ബിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞു, റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ്റെ പ്രശ്നം ഉൾപ്പെടെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തൊക്കെ കഴിഞ്ഞ ദിവസം അവരുമായിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മന്ത്രി ചർച്ച ചെയ്ത ആ കാര്യങ്ങൾ, അവരുടെ കമ്മീഷൻ്റെ അല്ല, വേറെ ചില പ്രശ്നങ്ങൾ അവരുടെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതൊന്നും പ്രശ്നമായി കിടക്കില്ല. ഇന്നും സിവിൽ സപ്ലൈസിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഒരു യോഗം ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയും ചേർന്നിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചേർന്നിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതും വലിയ ബാധ്യതയായി നിൽക്കുന്നതല്ല. അംഗൻവാടിയുടെ കാര്യത്തിനകത്ത് ചെറിയ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ റൂൾ സ്റ്റേറ്റ്മെൻറ്റ് 300-ൽ ഉണ്ടായിരുന്നു. ഇന്ന് ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തിട്ട് ബന്ധപ്പെട്ട കുറച്ച് യൂണിയൻകാരുമായിട്ടൊക്കെ ചർച്ചയുണ്ടായിരുന്നു. അക്കാര്യത്തിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ, കിഫ്ബി സംബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നൊന്നും പുറകോട്ട് പോയിട്ടില്ല. ഇന്നലെയും പറയുന്നത് കേട്ടു, ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിട്ടൊന്നുമില്ല. അതിനകത്ത്
പിന്നെ ആ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. കിഫ്ബിയെ അവരെങ്ങനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കിഫ്ബിയുടെ ബാങ്കിന് പകരം ട്രഷറി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. അതൊരു കമ്പനി സ്ഥാപനമാണ്. ഈ 1 മണിക്കൂർ എന്നുള്ളതുകൊണ്ട് സ്പീക്കർ ചിലപ്പോൾ വഴങ്ങാൻ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് സമയം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് വലിയ സന്തോഷമാണ്, പക്ഷെ സമയത്തിൻ്റെ പ്രശ്നമാണ്. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ കാര്യം ഇവിടെ വന്നത്, ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ എന്നാൽ ഇന്ത്യയിലെ ഫിസ്ക്കൽ ഫെഡറലിസം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഏറ്റവും സീരിയസ് ആയ പ്രശ്നം. ഫിസ്ക്കൽ ഫെഡറലിസമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. സാറേ, ഫിസ്ക്കൽ ഫെഡറലിസത്തിനെ സാമ്പത്തികമായി സംസ്ഥാനങ്ങളുടെ അധികാരത്തെയും അധികാരപരിധിയെയും ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും പ്രശ്നമാണ്. അതൊരു വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉന്നയിക്കാൻ ഇപ്പോൾ കൂടുതൽ കഴിയും. കാരണം BJP ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വീണ്ടും വന്നെങ്കിലും അവർക്കൊപ്പം 2 കൈയായിട്ട് നിൽക്കുന്ന ആളുകളും ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് തന്നെ അവരുടെ നയത്തിനെതിരായി പറയുന്നവരാണ്. സർ, കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടാനില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മറ്റ് പല സ്റ്റേറ്റുകൾക്ക് ഇത്രയില്ലെങ്കിലും അവരും ബാധിക്കുന്നുണ്ട്. സർ, ഇതിനകത്ത് MP-മാരെ ഞങ്ങൾ വിളിക്കുന്നില്ല. ഇവിടുന്ന് ശ്രീ ഹമീദ് അദ്ദേഹം ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ MP-മാരെ വിളിക്കാത്ത പ്രശ്നമൊന്നുമില്ല. സാധാരണഗതിയിൽ ഒഫീഷ്യലായ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ മന്ത്രിമാരെ കാണുകയും മെമ്മോറാണ്ടം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യും. പൊതുവിൽ മെമ്മോറാണ്ടം കൊടുക്കുന്നതിന് പോകുന്നതിന് ആരാ വിളിക്കാത്തത്? അതൊരു ന്യായമാണ് പറയുന്നത്. മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്ത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ ബെന്നി ബെഹനാനാണ് അന്ന് അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുത്തു. സാർ, അവിടെ ചെല്ലുമ്പോൾ അത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ന്യായത്തിനൊരു അടിസ്ഥാനമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ നമുക്ക് കളക്റ്റീവായിട്ട് മേടിക്കാൻ കഴിയണം. നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ തന്നെ 15-ാം തീയതി MPs കോൺഫറൻസ് ഉണ്ടെന്നാണ്. ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുകയാണല്ലോ, ബഡ്ജറ്റ് 23-ാം തീയതിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ആ യോഗം വിളിച്ചതിനകത്ത് വീണ്ടും ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. MP-മാർ അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. അവരെ സഹകരിപ്പിക്കാത്തതിൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ട് വീണ്ടും ഇവിടെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് നമുക്ക് ആ കാര്യങ്ങളിൽ ഒരുമിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി വേണം എന്നുള്ളതാണ്. സാർ, ഇവിടെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതെല്ലാം ആവർത്തിക്കുന്നില്ല. നമ്മളിന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബിസിനസ് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സാർ, നമുക്ക് ഈ രാവിലെ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഒരു മിനിറ്റ് എണ്ണിച്ചു നിന്ന് അദ്ദേഹം ഞങ്ങൾ സംസാരിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് രണ്ടാമത് ഈൽഡ് ചെയ്ത് പറഞ്ഞു. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. സാർ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ 10 സർവകലാശാലകൾക്ക് VC-മാരില്ല എന്ന് പറഞ്ഞു. സർവകലാശാലകൾക്ക് VC-മാരില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ആ വൈസ് ചാൻസലർമാരെ നിയമിക്കാനായിട്ട് പറ്റാത്ത തരത്തിലേക്ക് എല്ലാ നിയമങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രസിദ്ധി. സുപ്രീം കോടതി ഇതേ ഇഷ്യൂവിന് ബംഗാളിൽ ഇടപെട്ടു. സാർ, ഈ കേരളത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇപ്പോൾ നമുക്കെന്താ ഇക്കാര്യത്തിനകത്ത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസമാകെ വൈസ് ചാൻസലർമാരും നിലവാരമില്ലാത്തവരും കൊള്ളരുതാത്തവരും എല്ലാം വരുത്തി ഇത് തകർത്തതിന് ശേഷമേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഇടപെടത്തുള്ളൂ. സാർ, ഇത് കേരളത്തിൻ്റെ പൊതുപ്രശ്നമല്ലേ? സർവകലാശാലകളുടെ പ്രത്യേകത തന്നെ സർവകലാശാലകളിൽ വ്യത്യസ്തമായ സിൻഡിക്കേറ്റുകളും സമിതികളും ഒക്കെ ഉണ്ട്. അവിടെ ഒരു പാർട്ടി മാത്രമൊന്നുമല്ല, ഒരു മുന്നണി മാത്രമല്ല. സാർ, ഈ കാര്യം വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് സാർ അടുത്ത 10-500 വർഷത്തേക്കോ അല്ലെങ്കിൽ 100 വർഷത്തേക്കോ ബാധിക്കുന്നൊരു കാര്യമല്ല സാർ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങളും ഗവർണറും തമ്മിലുള്ള പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളും ഗവർണറും തമ്മിലുള്ള പ്രശ്നമൊന്നും അല്ലത്. ഞങ്ങൾക്കെന്താ അങ്ങനെ പ്രശ്നം? സാർ, അതുപോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിലപാടെടുക്കണം എന്നുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റിയിലെയും എഡ്യൂക്കേഷൻ്റെയും കാര്യത്തിനകത്തൊക്കെ പറയാനുള്ള കാര്യം സാർ. അപ്പോൾ പൊതുവിൽ ഈ ഇവിടെ വെച്ചിട്ടുള്ള ഈ 5 ഈ ബില്ലുകളെല്ലാം കേരളത്തിൽ നേരത്തെ നടപ്പിലാക്കിയ ചെലവുകളെ റാറ്റിഫൈ ചെയ്യാനാണ് ഒരു ഭാഗം. മറ്റൊന്ന് ഇപ്പോൾ വേണ്ട അടുത്ത ദിവസങ്ങളിൽ വേണ്ടതിൻ്റെ അടുത്ത കാര്യമാണ്. നമുക്ക് പൊതുവിൽ ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. അതിനുള്ള സഹകരണം വേണം. അതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി ഈ പൊതു കാര്യങ്ങളെ താല്പര്യത്തോടു കൂടി എടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എടുക്കാൻ എല്ലാവരും തയ്യാറാകണം. എല്ലാ സഹായവും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബില്ലുകൾ ഇത് പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബില്ലും 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബില്ലും 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബില്ലും 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പർ ബില്ലും 2026 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബില്ലും പരിഗണനക്കെടുക്കണം എന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ലുകൾ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ 2ഉം 3ഉം വകുപ്പുകൾ ഭേദഗതിയില്ല. 2ഉം 3ഉം വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ,
പ്രതികൂലിക്കുന്നവർ 2 ഉം 3 ഉം വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പാസാക്കണം എന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2024 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ യെസ്. വോയിസ് വോട്ട് മതിയാ? യെസ്. മറ്റു വേണമെന്ന് പറഞ്ഞു. വോയിസ് വോട്ടല്ലേ? 2024 കേരള ധനവിനിയോഗ ബിൽ 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്. പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബിൽ 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2-3 വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2024 കേരള ധനവിനിയോഗ 4-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബിൽ 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2024 കേരള ധനവിനിയോഗ 5-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പർ ബിൽ 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പറിൽ പാസാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2024 കേരള ധനവിനിയോഗ 6-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. 2024 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബിൽ 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2-3 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2024 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2024 കേരള ധനവിനിയോഗ 7-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.